ഇളം ശ്യാമരാഗഭൂവിൽ ചായം തൂകിടുന്ന ചേലിൽ നമ്മിൽ കനകാഭിലാഷങ്ങൾ നിറമേകിയോ മായാമന്ദഹാസമോലും മുത്തേ എന്റെ മുന്നിലേതോ ചെല്ലക്കളവാണിക്കിളിയായി പാറിയിടവേ അഞ്ചിതൾ കുരുന്നു പൂവിനമ്പയച്ചിടും പഞ്ചബാണനുന്നമിന്നൊരെന്റെ നെഞ്ചകം മനസ്സു മറന്നു പറന്നു നടന്ന മോഹപ്പൂവൽ ഞാൻ കാതരേ കനവിലേ കാതലിൻ എന്താ അവനോട് ചോദിച്ചോ വരുന്നുണ്ടോ? അതെങ്ങനെ? ആ ഫോണിന്റെ വേറെ ചെവിന്നൊന്നും മാറ്റിയിട്ട് വേണ്ടേ ഞാൻ പറയുന്ന വല്ലതും കേൾക്കാൻ? എന്തെങ്കിലും പറഞ്ഞോണ്ട് ചെന്നാ അപ്പ ചാടിക്കടിക്കാൻ വരും. ഇന്നാണെങ്കിൽ പുഷ്പനും ഇല്ല. ഒരു കയ്യാളായിട്ട് നിന്നാൽ മതി. നീ അവനോട് പറ. ഔട്ട്ലൈൻ ഇടുന്നൊന്ന് ഫില്ല് ചെയ്ത് കിട്ടിയാൽ അത്രയും ആയി. ഇല്ലടി, ബെഡി തന്നെ. ഇന്നലെ കിടന്നപ്പോൾ നമ്മൾ ലേറ്റായല്ലോ. എന്ത് ലേറ്റ്? ഇന്നലെ നമ്മൾ നേരത്തെ ഗുഡ് നൈറ്റ് പറഞ്ഞതാണല്ലോ, 11:30. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പരിപാടി? അത് കഴിഞ്ഞ് പരിപാടി പറയണോ? പറ, കേൾക്കട്ടെ. വേണ്ട വേണ്ട, ഞാനത് നേരിൽ കാണുമ്പോ പറയാം. എനിക്കറിയാം, വേറെ ആരുമായിട്ട് ചാറ്റിംഗ് ആയിരുന്നല്ലേ? ദേ, എന്നെ ചീറ്റ് ചെയ്തലുണ്ടല്ലോ. എന്താടാ കുട്ടാ, നീ എന്നെ ചീറ്റ് ചെയ്താലും ഞാൻ നിന്നെ ചീറ്റ് ചെയ്യൂ? ആ ഓക്കേടാ, എനിക്ക് കുറച്ച് നോട്ട്സ് പ്രിഫർ ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. മോനെ, പുഷ്പൻ ഇന്ന് ജോലിക്ക് ചെല്ലത്തില്ല. അവന്റെ മോളുടെ വയറ് കാണല്ല. നീ കൂടെ ഇന്ന് ജോലിക്ക് ചെല്ലുവോന്ന് അച്ഛൻ ചോദിച്ചു. എന്തിന്? വയറ് കാണാനാ? ഓ, പണിക്കാടാ. അമ്മേ, ഞാനോട് 100 തവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇമാതിരി പരിപാടിക്കൊന്നും വിളിക്കരുത്. അതല്ലടാ മോനെ, നിന്റെ കാര്യത്തിന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഫോണ് ചാർജ് ചെയ്യാനോ പെട്രോൾ അടിക്കാനോ എല്ലാത്തിനും അച്ഛന്റെ നേരെ കൈനീട്ടണ്ടല്ലോ. ഓ, അപ്പൊ അതാണ് കാര്യം. നിന്നോടൊന്നും പണിക്ക് പോണോന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആളില്ലാതെ വരുമ്പോ ഒന്ന് ചെന്ന് സഹായിച്ചൂടെന്നല്ലേ അച്ഛൻ ചോദിച്ചുള്ളൂ. അമ്മേ, 1ഉം 2ഉം അല്ല, 3 വിഷയം എനിക്ക് എഴുതിയെടുക്കാം. ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനുള്ള എന്തെങ്കിലും സൗകര്യം എനിക്കുണ്ടോ? അതിനിടയ്ക്കാ പണിക്ക് പോകാൻ. ഞാൻ എഞ്ചിനീയർ ആണോ അതോ പെയിന്റർ ആണോ? അമ്മ പറ, അമ്മ പറ. എനിക്കത് മാത്രം അറിഞ്ഞാ മതി. നീ പറയടാ കൂട്ടാ. എന്താ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? ഇല്ലടാ, അമ്മയായിരുന്നു. പപ്പയെ ബിസിനസ്സിൽ സഹായിക്കാൻ വേണ്ടിട്ട് അമ്മ ഒരേ പ്രസിംഗ്. ഗിരിയുടെ പപ്പ സ്റ്റേറ്റ്സിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ എന്താ ബിസിനസ്? പെയിന്റിംഗ്, ഡിസൈനിങ് കമ്പനി, അഡ്വർടൈസ്മെന്റ്, അങ്ങനെ എന്തൊക്കെയോ. എന്നെ കുറെ നാളായിട്ട് പ്രസ് ചെയ്തോണ്ടിരിക്കുക കൂടെ നിന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് അവിടുത്തെ കൾച്ചറൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞാ അത് ഫൂളിഷ്നെസ് അല്ലാതെ എന്താ? പോകുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഐ നീഡ് സം ടൈം. പപ്പ അവിടെ ഉണ്ടല്ലോ. പെട്ടെന്ന് ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ലൈഫ് ഒരു സിസ്റ്റമാറ്റിക് ലൈഫായി മാറിപ്പോകും. പിന്നെ അതിൻ്റെ സ്ട്രെസ്, ടെൻഷൻ. കുറച്ചു നാൾ നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് പ്രേമിച്ച് നടന്നിട്ട് പോരെ ഈ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കുന്നത്. നമ്മുടെ മാരേജ് ഗിരിയുടെ വീട്ടുകാർ സമ്മതിക്കോ? കാര്യം ഞാൻ വീട്ടിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അബ്കാരി ബിസിനസ്സുകാരന്റെ മോളാണെങ്കിലും ഗിരിയുടെ പപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോ ഒടുക്കം പ്രശ്നമാവോന്നാ. പ്രശ്നമാകുമെന്നൊക്കെ ചോദിച്ചാ ചെറിയൊരു പ്രശ്നമാകും. എന്നെ പപ്പ എന്തിനാണ് സ്റ്റേറ്റ്സിലോട്ട് പോകാൻ നിർബന്ധിക്കുന്നതെന്ന് അറിയാവോ? അവിടെ പപ്പയുടെ സിസ്റ്ററും ഫാമിലിയും ഉണ്ട്. പപ്പയുടെ ബിസിനസ് പാർട്ണർ അങ്കിള് അവരുടെ മോളെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടിട്ട് പറഞ്ഞു വെച്ചേക്ക്. ഞാൻ പോയി കഴിഞ്ഞ ഉറപ്പായിട്ടും അവൾ എന്റെ തലയിലാവും. അപ്പോ നേരായ രീതിയിൽ നമ്മുടെ മാരേജ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാടേണ്ടി വരും. ധൈര്യം ഉണ്ടോ നിനക്ക്?
ഡാടാ അത് പുതിയ ജാക്കറ്റാ, ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. കൊള്ളാം അളിയാ, ഉം. നന്നായിട്ടുണ്ട്. ഉം. ഇതെനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ. എടാ അത് രൂപ 3000. നീ എവിടെ ഇട്ടെ? 3000ന്റെ ലുക്കൊന്നുമില്ല. ഒന്ന് മയത്തി തള്ള മച്ചാ. ആ പിടിക്ക്. അഥവാ 3000 ആണെങ്കിൽ തന്നെ 3000 ഒക്കെ നിനക്ക് എന്തുവാ? നിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ അളിയാ ഈ ഉള്ളവൻ്റെ ഗ്ലാമർ. ഇല്ലെങ്കിൽ ഈ അമേരിക്കക്കാരൻ്റെ മോന് അബ്കാരി കോൺട്രാക്ടറുടെ മോളെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ? ഒടുക്കം അവളെ എന്നെ അന്വേഷിച്ച് വരരുത്. പേര് മാത്രമേ ഉള്ളൂ എൻ്റെത്, ബാക്കിയൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നീ വെച്ചലക്കിയിരിക്കുന്നത്. നമ്മൾ രണ്ടും ഒന്നല്ലേ മച്ചാ. കെട്ട് കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം. ഏ? ഉം. ആ, ആ. അല്ല പലയിടത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഓ ഓ. ഉം, ഉം, ഉം. അല്ലടാ അതിന്റെ ചുറ്റിക്കളിയൊക്കെ എന്നാലും അവൾ അറിഞ്ഞാലോ? അറിയുമല്ലോ, ഉം. കല്യാണം കഴിഞ്ഞിട്ട്. അതിന് കല്യാണം കഴിയണ്ടേ? അവളുടെ വീട്ടുകാർ സമ്മതിക്കോ? ഇല്ല, വീട്ടുകാർ സമ്മതിക്കുമെന്ന് മാത്രമല്ല അവളും സമ്മതിക്കില്ല. അതിന് വേണ്ട ചില നമ്പറുകളൊക്കെ ഞാൻ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാടിച്ച് കൊണ്ടുപോവുകയേ നിവർത്തിയുള്ളൂ. അളിയ, എല്ലാം നിന്റെ ഒരു ബലത്തിലാ. കൂടെ കട്ടയ്ക്ക് നിന്നേക്കണേ. നീ എന്റെ നെഞ്ചത്തെ കട്ടടക്കി അടങ്ങുമല്ലേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ചീറ്റിംഗ് ആണെന്ന് ഞാൻ പറയൂ. എടാ ലൈഫ് ഒരിക്കലേ ഉള്ളൂ, അത് ചതിയിലൂടെ നേടിയെടുക്കേണ്ടതല്ല. നിനക്കതൊക്കെ പറയാം, കാരണം നിനക്കെല്ലാം ഉണ്ട്. ഉം, ഉം. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ലൈഫ് ഒന്ന് സെറ്റിൽ ആവണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നിനക്ക് അവളോട് സിൻസിയർ ലവ് ഒന്നും ഇല്ല? ഇല്ലെന്ന് ആരാ പറഞ്ഞേ? സിൻസിയർ ലവ് ഒക്കെ തന്നെയാ. പക്ഷെ നിനക്കറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. പെണ്ണ വർഗം ടൈം ടേബിൾ വെച്ച് മാറി മാറി ആണുങ്ങളെ പ്രണയിക്കുന്ന പെണ്ണുങ്ങളുള്ള കാലമായത്. എപ്പോഴാ മനസ്സ് മാറാന്ന് പറയാൻ പറ്റില്ല. പിടിക്കുന്ന പിടി മുറുകെ പിടിച്ചില്ലെങ്കിൽ ഒടുക്കം അവള് തേച്ചിട്ട് പോവേ. പൊന്നളിയ, ചങ്കിക്കൊള്ളണ വർത്താനൊന്നും പറയല്ലേ. ഉറക്കം കുറേ ഇളച്ചതാ. എൻ്റെ ലൈഫ് സെറ്റിൽമെൻറ്റിൻ്റെ എല്ലാ പ്ലാനും അവളില്ല. ഓ ഓ ഓ നാളെന്നില്ലടാ. എടാ ആണുങ്ങളെന്ന് വെച്ചാൽ സ്വന്തമായി എഫർട്ട് ഇട്ടിട്ട് ലൈഫ് സെറ്റിൽ ചെയ്യണം. പെമ്പിള്ളേര് അപ്പൊ പുറകെ വരും. ഓ, അത് ഒരുപാട് ടൈം എടുക്കോളിയാ. ഇപ്പൊ തന്നെ സപ്ലി എഴുതി എഴുതിയ ഒരു വഴിയായി. കരകയറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു കുറുക്കുവഴിയിലൂടെ അല്ലാതെ പെട്ടെന്നൊരു സെറ്റിൽമെന്റ് ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ എഫർട്ടിന്റെ കാര്യം, ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും സ്ട്രെയിനും ഒക്കെ ആണല്ലിയാ എൻ്റെ എഫർട്ടും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ. അവർക്കും ചുളുവിനൊരു നല്ല പയ്യനെ കിട്ടുന്ന കാര്യമല്ലേ? എന്തോ എങ്ങനെ? അല്ല, ഞാനാകുമ്പോൾ അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ പറ്റുന്ന വിശ്വസ്തതയൊക്കെ ഉള്ള ഒരാളാകുമല്ലോ. ബെസ്റ്റ്. എന്താ അളിയ, ഞാൻ ഓക്കെ അല്ലേ അളിയ? ഇപ്പൊ നീ അവളുടെ മുമ്പിൽ ഒരു കോടീശ്വര പുത്രനാണ്. അത് പൊളിഞ്ഞാലും അവൾ നിന്നോട് നിൽക്കണം. അതിനുള്ള വഴി ആലോചിക്കുക. എന്താ അളിയ അതിനുള്ള വഴി? വല്ലപ്പോഴും കോഫി ഹൗസിൽ കയറി ഒരു കോഫി കുടിച്ചുകൊണ്ടോ ഫോണിൽ കൂടെ പഞ്ചാര വർത്തമാനം പറഞ്ഞു ചുമ്മാ വളവളാൻ സംസാരിച്ചുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇന്റിമസി ഉണ്ടാവണം. നീ അവളോട് ഒരു ഡേറ്റിംഗ് ചെയ്യിക്കുക. ഒരു ഫുൾ ഡേ നിങ്ങൾ ഒരുമിച്ച്. അതൊരിക്കലും അവളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതാവണം. നിന്റെ മാനറിസങ്ങൾ, നിന്റെ ഹീറോയിസം, ഹ്യൂമർ സെൻസ്, പ്രൊട്ടക്റ്റീവ് മൈൻഡ്, മനസ്സിലായോ? എല്ലാം അവളുടെ ഉള്ളിൽ ഡീപ്പായിട്ട് പതിയാണ്. നീ ഇല്ലാത്ത അവളുടെ സ്വകാര്യ നിമിഷങ്ങളിലെല്ലാം അത് അവളെ ഇങ്ങനെ ചുറ്റി വലം വെച്ച് നിൽക്കണം. നിന്റെ ഗന്ധം പോലെ. ഇവിടെ കാതരേ കനവിലേ കാതലിൻ
നിഴലിൽ പൂവനിയിലെ ഇലകൾ വീഴാച്ചോലപ്പോ അനുപമം നിൻ മാനസം ഓ തേടി നിന്നുടൽ തരംഗം പ്രേമം മഴവില്ലിൻ കൂടാരം നീർത്തിയിടവേ മേലെ മിന്നിടുന്ന താരം മെല്ലെയൊന്നു കാണുവാനായി താഴെ മിന്നായി മിന്നുന്നു മിന്നാമിന്നി മന്ത്രകോടി നൽകി നിന്നെ സ്വന്തമാക്കുവാൻ മന്ത്രമൊന്നു ചൊല്ലി വന്ന തെന്നലായി ഞാൻ നിനക്കും എനിക്കും ഇടയ്ക്കു കൊടുത്ത പുലരിക്കനിയുണ്ട് കാതലേ കാതലേ പതുക്കെ പോ ഗിരി. കാലം ശ്യാമരാഗഭൂവിൽ ചായം തൂകിടുന്ന ചേലിൽ നിനക്ക് ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം. ങ്ങൾ നിറമേകിയോ മായാമന്ദഹാസമോലും മുത്തേ എന്റെ മുന്നിലേതോ ചെല്ലക്കളവാണി കിളിയായി പാറിയിടവേ അഞ്ചിതൾ കുറുന്നു പൂവിനമ്പയച്ചിടും പഞ്ചബാണനുന്നമിന്നൊരെന്റെ നെഞ്ചകം മനസ്സു മറന്നു പറന്നു നടന്ന മോഹപ്പൂവൽ ഞാൻ കാതരേ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്. കാറിന് പകരം ബൈക്കായിരുന്നു ശ്ശോ, എന്നാലും വേണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്, ഇതൊക്കെ ഒരു രസമല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു സൂപ്പർ ഹിറ്റ് 93.5 റെഡ് എഫ്എം. സോ നെക്സ്റ്റ് സോങ് ഈസ് ഓൺ ദ വേ. താനിത് എവിടെ നോക്കിയാണോ തുപ്പുന്നേ? എന്റെ കാർ എന്താ തന്റെ തുപ്പ കൊളാമ്പിയോ? മോനെ കണ്ടില്ല, അറിയാതെ പറ്റിപ്പോയതാ, കാറ്റടിച്ച് വീണുപോയതാ. അറിയാതൊന്നുമല്ല, താൻ മനഃപൂർവ്വം തന്നെ. ഇത്രയും വലിയ കാറൂടെ കിടന്നിട്ട് താൻ കണ്ടില്ലല്ലേ? കണ്ടില്ല കുഞ്ഞേ. അയ്യോ പോട്ടെ ഗിരി, പ്രായമുള്ള ആളല്ലേ. പ്രായമുള്ള ആളാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവാന്നോ? വാ ഗിരി പോവാം, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നീ നിൽക്ക് ദീപ്തി, ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ ഇതൊക്കെ അങ്ങ് വിട്ടാലേ ഇവറ്റകൾ ഇതിന് നാളെ ഇതിന്റെ അപ്പുറവും കാണിക്കും. അല്ലെങ്കിൽ ഇവറ്റൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നിടത്ത് ഒരു വിലയുമില്ല. ഇതൊരു പ്രശ്നമാക്കണ്ട കുഞ്ഞേ. താനിത് എങ്ങോട്ടാ പോകുന്നേ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. ഗിരി വാ, വേണ്ട വിട്ടേക്ക്. മിണ്ടാതിരുന്നേ ദീപ്തി. ഡോ കാറ് കഴിക്കടോ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. അല്ലെങ്കിൽ തന്നെ അതേ നോക്കിയേ, ഈ കറിയിൽ എന്തോരം ചെളിയാ. അതിന്റെ ഇടയിൽ മുറുക്കന്നുപ്പിൽ കാണാൻ കൂടിയില്ല. താൻ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. തുപ്പിയിട്ടുണ്ടെങ്കിലേ കഴിവേച്ച് പോയാ മതി. ശ്ശോ, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞേ, എനിക്ക് ശരിയായിട്ടൊന്നും നിവർന്നു നിൽക്കാൻ തന്നെ ത്രാണിയില്ല. പിന്നെങ്ങനെയാ? താനിത് കഴിവ് തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കാർ വേണ്ട, താൻ എടുത്തോ.
താൻ എടുത്തോടോ. നിക്കടോ, താൻ എന്താ ആക്കി ചിരിച്ചിട്ട് പോകുന്നേ? താൻ എന്തോടോ നോക്കി പേടിപ്പിക്ക? എന്താണോ താനൊന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ മോനെ? ഞാൻ പറഞ്ഞല്ലോ, കാറ് കഴുകിത്തരാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. പിന്നെ എന്നോട് എടുത്തോളാൻ പറഞ്ഞ അങ്ങനെ ഔദാര്യം സ്വീകരിച്ചുള്ള പരിചയം എനിക്കില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഔദാര്യായിട്ടൊന്നും വേണ്ടടോ. കാശ് തന്നിട്ട് സ്വീകരിച്ചോ. കൂടുതലൊന്നും വേണ്ട, ഒരു 500 രൂപ തികച്ച് തന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നിട്ട് കൊണ്ടുപോയിക്കോ. എടുത്തോണ്ട് പോടോ. എന്താ ഇല്ല അല്ലേ? എന്നാ ഈ കാറ് കഴിയിട്ട് പോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഇതാ പിടിച്ചോ ചാവി, എടുക്ക. അത് പറഞ്ഞാൽ പറ്റൂല. അത് പിന്നെ വല്ലവിടെ കാശ് മേടിച്ചാണ് വരുന്നത്. സ്വന്തം കാശ് കൊണ്ടേ തന്നിട്ട് എടുക്കാനാ ഞാൻ പറഞ്ഞത്. എന്താടാ, സ്വന്തം കാശല്ലെങ്കിൽ കാശല്ലാണ്ടാവുമോ? കാറിന്റെ ചാവി അങ്ങ് കൊടുക്കടാ. അയ്യോ ചേട്ടാ, അതൊരു വെറുതെ ഒരു തമാശക്ക്. തമാശക്ക്? അപ്പൊ ഇത്രയും നേരം ഈ കളി കാണാൻ നിന്ന ഞങ്ങളാരാടാ? ഏഴാം കൂലികളോ? കാശ് വാങ്ങിയിട്ട് ചാവി കൊടുക്കടാ. എടുക്കടാ. വെച്ചോ മോനെ. ഓ ഓ ഓ, അപ്പോ ഈ കാർ എവിടെ വെച്ചാ മോഷണം പോയെന്ന് പറഞ്ഞ? കോവിലിന്റെ മുമ്പിൽ വെച്ച്. ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാർ. ആരാ? ഈ കുട്ടിയാ? ഞങ്ങൾ രണ്ടുപേരും ദൃക്സാക്ഷികളാണ് സാർ. രണ്ടുപേരും? ഓഹോ, നിങ്ങളുടെ മുമ്പ് വെച്ചാ കാർ എടുത്തോണ്ട് പോയത്? അപ്പോ ആളെ കണ്ട അറിയായിരിക്കും അല്ലേ? അറിയാം സാർ. കുറച്ച് പ്രായമായ ആളാണ് സർ. പ്രായം എന്ന് പറഞ്ഞാ ഏകദേശം എത്ര പ്രായം വരും? ഉദ്ദേശം ഒരു 70-75 വയസ്സ് വരും സാർ. 75 വയസ്സോ? ആളൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ? അതെ സർ. കാറ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ തടയാൻ തോന്നിയില്ലേ? അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു സർ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഓഹോ, എന്നിട്ടാണോ 75 വയസ്സുള്ള ഒരു കിളവൻ ഒറ്റയ്ക്കൊരു കാറും അടിച്ചോണ്ട് പോയത്? ഇതത്ര നേരായൊരു കംപ്ലൈന്റ് അല്ലല്ലോ. അല്ല, നിന്റെ പേരെന്താ? ഗിരീഷ് കുമാർ. സ്ഥലം? ചെറുവള്ളൂർ. ഇവിടെ എന്താ ക്ഷേത്രത്തിൽ വന്നതാ? അതെ. ഇതാരാ? ഫ്രണ്ടാ. ഫ്രണ്ടാ? അപ്പൊ അതാണ് സംഗതി. ആരും അറിയാതെ രണ്ടാളും കൂടി കറങ്ങാനിറങ്ങിയതാ അല്ലേ? കാറാരുടെയാ? തന്റെയാ? ഇയാളുടെയാ? ഗിരിയുടെയാ. ആണോടാ? എന്താ അല്ലേ? RC ബുക്കിലെ പേരുകാരൻ താനാണോ എന്നാണ് ചോദിച്ചത്. അല്ല, ഫ്രണ്ടാ. തന്റെ RC ബുക്കിലെ പേരുകാരൻ എങ്ങനെയാടാ ഫ്രണ്ടാവുന്നേ? ബിനാമിയ? സത്യം പറയടാ. ഈ കാർ നീ എവിടെ നടാ പൊക്കിയത്? സാർ, ആ മാലമോഷണക്കാരൻ ശരത്തിനെ പൊക്കിയിട്ടുണ്ട് സാർ. കിട്ടിയോ? കിട്ടി സാർ. കൊണ്ടുവാ സാർ. കൊണ്ടുവാ അവനെ. മോളൊന്ന് ഇങ്ങോട്ട് മറിയുന്നു. മോടിച്ചു അല്ലേ? ഇല്ല സാർ, ഞാൻ മോടിച്ചില്ല. മോടിച്ചില്ല?
അയ്യോ അവനല്ല മോട്ടിച്ചത്. നീ മോട്ടിച്ചില്ല? നീ മോട്ടിച്ചില്ല? അയ്യോ സാറേ ഇടിക്കില്ല സാറേ, ഞാൻ എടുത്തില്ല സാറേ. അയ്യോ അയ്യോ ഇടിക്കില്ല സാറേ, ഞാൻ ചത്തു. അയ്യോ അയ്യോ സാർ സാർ, അയ്യോ ഈ സാറിന്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറയണേ. അയ്യോ ഞാനാ എടുത്ത സാറേ, തല്ലല്ലേ സാറേ, ഇനി തല്ലേ ഞാൻ ചത്തു പോകും സാറേ. അപ്പൊ നീയാണ് എടുത്തത്? ഞാനാണ് സാറേ എടുത്തത്. എടാ തടിയ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ കേസുകളും ഇവന്റെ പേരിൽ ചാർജ് ചെയ്യണം. ജയിലിടിഞ്ഞാലും വെളി വരരുത്. കൊണ്ടുപോ. ശരി സാർ. ഓടാ. കാറ് സത്യം പറയടാ, നീ ഈ കാർ എവിടെ നിന്നാ ബുക്ക് ചെയ്ത്? മോളൊന്നും ഇങ്ങോട്ട് നീ. അയ്യോ സാറേ, എൻ്റെ ഫ്രണ്ട് ടോണിയുടെ കാറാ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കാറുള്ളത്. നിനക്ക് എന്താടാ ജോലി? ഞാൻ പഠിക്കുക, മെക്കാനിക്കൽ എഞ്ചിനീയർ. നിന്റെ അച്ഛൻ എന്താടാ ജോലി? എന്താ ജോലിയൊന്നുമില്ലേ? അതോ പുറത്ത് പറയാൻ പറ്റാത്ത വല്ല ജോലിയുമാണോ? അല്ല സാർ. പിന്നെന്താടാ പറയടാ. നീ ആള് മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോടാ. നിന്റെ അച്ഛന്റെ ജോലി എന്താണെന്നാണ് ചോദിച്ചത്. പെയിന്റിംഗ്. പെയിന്റിംഗ് എന്ന് വെച്ചാ ഈ പിക്കാസോ, ദാവിഞ്ചി, രവിവർമ്മ അവരെയൊക്കെ പോലെയാ? പറയടാ. അല്ല സാർ, ഈ നാട്ടിലൊക്കെ ഈ വീട്ടിലും മതിലും ഒക്കെ പെയിന്റ് അടിക്കുന്ന ആ പണിയാ. എന്താടി കൊച്ചേ, ഇവൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊന്നും അല്ല അല്ലേ? എത്ര കിട്ടിയാലും നിങ്ങളൊന്നും പഠിക്കില്ല. പുറം പോച്ച് കണ്ട് വല്ലവൻ്റെയും പുറകെ ഇറങ്ങി പുറപ്പെട്ടോളൂ. ആ രക്ഷിതാക്കളുടെ കാര്യമാണ് കഷ്ടം. ഇനിയിപ്പോൾ നിന്റെ മേൽവിലാസമൊക്കെ തേടിപ്പിടിച്ച് വീട്ടുകാരെയൊക്കെ അറിയിച്ച് ഇതൊരു ഇഷ്യൂ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മോള് വേണമെങ്കിൽ പൊപ്പിക്കാം. ഇവൻ വരാൻ കുറച്ച് വൈകും. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് കളനെ പിടിക്കണ്ടേ? വാ വാടാ. ഇതിലേതാടാ നിന്റെ കാറ്? അതാ സാർ എൻ്റെ കാർ. സാർ നമ്മളിവിടെ. എന്താടാ നിനക്ക് കാർ വേണ്ടേ? ചോദിച്ചു നോക്കാം. കിട്ടിയാ നിന്റെ ഭാഗ്യം. തമ്പുരാൻ തമ്പുരാൻ ആ എന്താടോ ജെയിംസേ കാര്യം?
വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പരാതിയുണ്ടേ. ആ, ഇയാളാണോ? എന്താ കാറിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ വന്നതാണോ? ജെയിംസിന്റെ ആരെങ്കിലും ആണോ ഇയാള്? പയ്യനൊരു അബദ്ധം പറ്റിയതാ തമ്പുരാനെ. ഈ നാട്ടുകാരനല്ല, ആളറിയാതെ പറ്റിപ്പോയതാ. എന്ത്? തമ്പുരാൻ ക്ഷമിക്കണം. കാർ ഇവന്റെ സ്വന്തം പോലും അല്ല, ഏതോ ഒരു ഫ്രണ്ടിന്റെയാ. കാമുകിയുടെ മുമ്പേ ആളാകാൻ വേണ്ടി. താൻ ആള് കൊല്ലാലോടോ. വല്ലവന്റെ കാറൊക്കെ എടുത്തോണ്ട് വന്ന് മറിച്ച് വിൽക്കലാണ് തന്റെ തൊഴിലല്ലേ? അതും നിസാര തുകയ്ക്ക്. വലിയ തമാശ തന്നെ. ഞാനിപ്പോ എന്താ വേണ്ടേ? വില കൂട്ടി തരണോ അതോ കാറ് തിരിച്ചു തരണോ? രണ്ടായാലും ബുദ്ധിമുട്ടാണ്. എനിക്ക് വാക്ക് ഒന്നേ ഉള്ളൂ, മാറ്റി പറഞ്ഞ് ശീലമില്ല. അതുകൊണ്ടാണ് പേപ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ജെയിംസിനോട് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ മാനേജ് ചെയ്തോളൂ. പോയി കാല് പിടിക്കടാ. തമ്പുരാനെ, തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം. താനിത് എന്താ എനിക്ക് കാട്ടണേ? ആളറിയാതെ പറ്റിപ്പോയതാ. എണീക്കാ. തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആളറിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അറിഞ്ഞോ? എന്താ അറിഞ്ഞേ? അവിടെ കണ്ട ആ പരമ ദരിദ്രനായ ആ സാധുവായ ആളല്ല ഞാനെന്ന്. അതല്ലേ? ഞാൻ അതേ ആള് തന്നെ ആയിരുന്നെങ്കിലോ ഈ ക്ഷമാപണവും ഭവ്യതയൊക്കെ ഉണ്ടാകുമായിരുന്നോ? പറയടോ. ഇല്ല, ഇല്ലാന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞതിന്റെ ഇരട്ടി അസഭ്യവും പറഞ്ഞ് പോലീസിന് കാശും കൊടുത്ത് എനിക്ക് ദേഹോപദ്രവം പോലും ഏൽപ്പിച്ചേനെ. അങ്ങനെ അല്ലേടോ ജെയിംസേ? അതിപ്പോ പോലീസുകാരാവുമ്പോ ചെറിയൊരു ആ കുഞ്ഞേ, ആർഭാടങ്ങളും വേഷഭൂഷാദികളും ഒന്നും കണ്ടല്ല ആളുകൾ ബഹുമാനിക്കേണ്ടത്. അതൊക്കെ ഭൗതിക ജീവിതത്തിലെ ചില പുറംപൂച്ചുകൾ മാത്രമാണ്. ആത്മാവ് ഇതൊന്നുമല്ല. തന്നെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. നമുക്ക് മുമ്പേ പോയവരാണവർ, നമ്മളെക്കാൾ ജീവിതാനുഭവമുള്ളവർ. നീ ആ മരം കണ്ടോ? എന്റെ കുട്ടിക്കാലം മുതൽക്കേ അതവിടെ ഉണ്ട്. ക്ഷണനേരം കൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ വെട്ടിമാറ്റാം. പക്ഷേ ഒരു പ്രകൃതി ശക്തിക്കും ഇനി അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് വന്നേക്കാം. കാരണം അതേ പ്രകൃതിയുടെ അനുകൂലവും പ്രതികൂലവുമായ 1000 ഋതുക്കളിൽ നിന്നുള്ള ആർജവമാണ് അതിന്റെ കരുത്ത്, അതിന്റെ കാതൽ. ആ കാതലിന് ഉരുക്കിന്റെ ഉറപ്പ് മാത്രമല്ല, പൊന്നിന്റെ നിറവുമാണ്. മനുഷ്യന്റെ ഉള്ളും അങ്ങനെ തന്നെയാവണം. അതിന് ആദ്യം അവൻ മനുഷ്യനാകണം. ദൈവത്തെ നാം അറിയണം. ഏത് ദൈവമായാലും. എടോ, ദൈവത്തിന് മതമൊന്നുമില്ലടോ. ജന്മകർമ്മ വയോരൂപ വിദ്യൈശ്വര്യ ധനാധിപി യദ്യസ്തന ഭവേത് സംഭ തത്രായ മതനുഗ്രഹ. ജന്മകർമ്മ, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ. ജന്മകർമ്മ വിദ്യൈശ്വര്യ, വിദ്യ കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ. ധനാധിപി, ധനം കൊണ്ടോ. ജന്മകർമ്മ വയോരൂപ വിദ്യൈശ്വര്യ ധനാധിപി യദ്യസ്തന ഭവേത് സംഭ. ആർക്ക് അഹങ്കാരം ഉണ്ടാകുന്നില്ലയോ തത്രായ മതനുഗ്രഹം, അവനിൽ ദൈവാനുഗ്രഹം ഉണ്ടെന്നറിയണം. അതാണ് വേദം പറയുന്നത്. വരിക. ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇവന്റെ പൂച്ചൊക്കെ പുറത്തായി അല്ലേ? അല്ലാതെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തമ്പുരാനെ. അവൾക്ക് എന്തായാലും ഗുരുത്വമുണ്ട്. ആ എടോ, ഞാൻ പറഞ്ഞ കാതലിന് പ്രേമം വരുന്നൊരർത്ഥമുണ്ട്. അത് ശക്തമല്ലെങ്കിൽ പുഴുക്കുത്തു വീഴും. മനുഷ്യനും മരത്തിനും. പിടിച്ചോ. എടുക്കണോ? ജോലി കഴിഞ്ഞു, വീട്ടിലേക്കല്ലേ പാട്.
ഒടുവിൽ ഡാഡിയുടെ ബിസിനസ് സാമ്രാജ്യം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? US-ന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണോ അതോ ചെറിയൊരു ബ്രാഞ്ച് മാത്രമാണോ ഇത്? നടക്കട്ടെ നടക്കട്ടെ, പണി വേഗം നടക്കട്ടെ. ഞാനായിട്ട് എന്റെ ആന്റിയുടെ കാശ് കളയുന്നില്ല. പണി വേഗം തീർക്കാൻ നോക്ക്. ദേടെ മോനെ, ആരോ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആ അറിയില്ല, ഒരു പെണ്ണ. പെണ്ണ? ആരാ? എന്താ? ഇന്നലെ വീടിന്റെ മതിലിന് പെയിന്റ് അടിച്ചിട്ട് കാശ് വാങ്ങാതെ പോയെന്താ? എത്ര പേരോട് ചോദിച്ചിട്ടാന്നറിയാമോ ഈ വീട് കണ്ടുപിടിച്ചത്? അതൊക്കെ അച്ഛൻ വന്ന് വാങ്ങിച്ചോളൂ. പിന്നെ അത് പറഞ്ഞാൽ ഒരാൾ കേക്കണ്ടേ? ഇവിടെ തന്നെ കൊണ്ടു തരണമെന്ന് ഒരാൾക്ക് ഒരേ വാശി, അതും ഇയാളുടെ കയ്യിൽ തന്നെ. ആർക്കാ ഇത്ര വാശി? ഇപ്പോഴും ആ മുഖത്ത് ചളിപ്പൊന്നും മാറിയിട്ടില്ലല്ലേ? ഒക്കെ എനിക്ക് ആദ്യമേ അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഗിരിയെ ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. പിന്നെ എന്തിനായിരുന്നു വെറുതെ വേഷം കെട്ടില്? ഗിരിക്ക് എന്നോടുണ്ടായിരുന്നത് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാവോ? നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചു പോയതുകൊണ്ടാ. ദീപ്തി, ആ മരം കണ്ടോ? നിമിഷ നേരം കൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ മുറിച്ചു മാറ്റാം. പക്ഷെ ഒരു പ്രകൃതി ശക്തിക്കും അതിനെ നശിപ്പിക്കാനാവില്ല. കാരണം ഇതേ പ്രകൃതിയുടെ 1000 പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുള്ള ആർജവമാണ് ഇതിന്റെ കരുത്ത്. ഇതിന്റെ കാതലിന് ഉരുക്കിന്റെ ശക്തിയാണ്, പൊന്നിന്റെ നിറമാണ്. കാതൽ എന്നാൽ പ്രേമം. ഇതെവിടെ ഉള്ളതും അതാണ്. എന്താ പോരെ?